Hello friends, എല്ലാവർക്കും മേജർ ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു DIY വീഡിയോ ആണ്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഇൻഫിനിറ്റി ക്യൂബ് ഉണ്ടാക്കിയൊക്കെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഐറ്റം. നമുക്ക് ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്ത് നമുക്ക് പോകാം. സിമ്പിൾ പരിപാടിയാണ്, നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. ക്രാഫ്റ്റ് പേപ്പർ വെച്ചാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു 6 കളർ ക്രാഫ്റ്റ് പേപ്പർ വേണം. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ ഇൻഫിനിറ്റി ക്യൂബ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് അതായത് ഇതേപോലെ കുറച്ച് ക്രാഫ്റ്റ് പേപ്പർ മാത്രമാണ്. ഓരോ സൈഡിനും 4 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു സ്ക്വയർ ഷീറ്റ് നമ്മൾ ആദ്യമേ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററായ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ലൈൻ യൂസ് ചെയ്ത് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ 2 സൈഡുകളും ഉള്ളിലേക്ക് സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെയ്യുക. ഒപ്പം തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സെൻറ്ററിൽ കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു സ്കെയിൽ യൂസ് ചെയ്ത്. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ലൈൻ യൂസ് ചെയ്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് 2 സൈഡുകളും മടക്കി കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ 6 കളർ വരുന്ന 6 ക്രാഫ്റ്റ് പേപ്പറുകൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ഷീറ്റുകൾ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. കാരണം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ കളർ ഷീറ്റുകൾ നമ്മൾ കറക്റ്റ് ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്ത് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ വരുന്ന ക്രാഫ്റ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്യൂബ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതി ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നമ്മളിവിടെ 4 സൈഡുകൾ കറക്റ്റായിട്ട് വച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിനി 2 സൈഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യൂബ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ 2 സൈഡുകളും കൂടി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഏകദേശം 8 ക്യൂബുകൾ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ 8 ക്യൂബുകൾ നിർമ്മിക്കുമ്പോഴും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്യൂബ് ഏതാണോ അതിൻ്റെ സെയിം കളർ കോമ്പിനേഷനിൽ വേണം നമ്മൾ ഈ ഒരു ക്യൂബുകളെല്ലാം നിർമ്മിക്കാൻ. അപ്പോൾ നമ്മളിവിടെ 8 ക്യൂബുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യൂബുകളെല്ലാം നമ്മൾ സെലോ ടേപ്പ് യൂസ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഞാനത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല.
ഫ്രണ്ട്സ് നമ്മുടെ ഇൻഫിനിറ്റി ക്യൂബിൻ്റെ മേക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇൻഫിനിറ്റി ക്യൂബ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.